ഹായ്, എൻ്റെ പേര് ശാന്തി സനു. ഞാനൊരു ഹോം സ്റ്റേ ഡ്രീം ടു റിയാലിറ്റി കോച്ചാണ്. ഈ വീഡിയോയിൽ ഹോം സ്റ്റേ ബിസിനസ് ആരംഭിക്കാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാം. എങ്ങനെയാണ് ഒരു വീട് ഒരു ഹോം സ്റ്റേ ആക്കി വരുമാനം ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ഘട്ടങ്ങൾ വിശദീകരിക്കാം. വീഡിയോ മുഴുവനായും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് സ്വന്തമായി ഹോം സ്റ്റേ ആരംഭിക്കാനായിട്ട് ആത്മവിശ്വാസം നൽകും. നമുക്ക് തുടങ്ങാം. ഹോം സ്റ്റേ എന്താണ്? ആദ്യം ഹോം സ്റ്റേ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. ഹോം സ്റ്റേ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കുള്ള വീട്ടിലെ മിച്ചം വരുന്ന മുറികൾ യാത്രക്കാർക്ക് അല്ലെങ്കിൽ യാത്രികർക്ക് വാടകയ്ക്ക് നൽകുന്നതാണ് ഹോം സ്റ്റേ. ഇതൊരു ഹോട്ടൽ പോലെയല്ല. ഇവിടെ സാംസ്കാരികവും വ്യക്തിപരവുമായ അനുഭവം ഗസ്റ്റിന് നൽകാം. ഹോം സ്റ്റേ ഹോട്ടലിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തന്നെ പറയാൻ കാരണം, ഒന്ന്, ഹോം സ്റ്റേ കൂടുതൽ ഊഷ്മതയോടെയുള്ള ഒരു അനുഭവമാണ് ഗസ്റ്റിന് കിട്ടുന്നത്. രണ്ട്, പ്രാദേശിക ഭക്ഷണം, സംസ്കാരം, ജീവിത രീതി എന്നിവ വീട്ടുടമയുമായി പങ്കിടാനും സാധിക്കും. മൂന്ന്, വീട്ടിൽ ഉപയോഗിക്കാതെ നിൽക്കുന്ന കുറച്ച് മുറികളൊക്കെ നമുക്ക് വരുമാനവും ആക്കാം. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഒരു കാരണമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ ഞാൻ എന്തുകൊണ്ടാണ് ഹോം സ്റ്റേ ഡ്രീം ടു റിയാലിറ്റി കോച്ച് ആയതെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ എൻ്റെ കഥ പറയാം. മുൻപ് എനിക്കുണ്ടായിരുന്ന സ്വപ്നങ്ങൾ എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കാം എന്നറിയാതെ ഞാൻ വളരെ പ്രയാസപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഹോം സ്റ്റേ ആരംഭിച്ച് ഒരു വലിയ മാറ്റം എൻ്റെ ജീവിതത്തിൽ വരുത്തുവാൻ ആകുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു ഹോം സ്റ്റേ തുടങ്ങിയതിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടത്. ഇന്നത്തെ എൻ്റെ ദൗത്യം കേരളത്തിൽ 1000 വീടുകളെങ്കിലും ഹോം സ്റ്റേ ആക്കാനും അവരെ സഹായിക്കുകയുമാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളൊരു ഹോം സ്റ്റേ തുടങ്ങാൻ തയ്യാറാണോ? ഹോം സ്റ്റേ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഈ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം. ഒന്ന്, അതിഥികളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? രണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു അധിക മുറി വാടകയ്ക്ക് നൽകാൻ കഴിയുമോ? മൂന്ന്, പരിപാലനത്തിനും ഷെഡ്യൂളിനും സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമോ? അതെ എന്ന് ഉത്തരം ലഭിച്ചാൽ നിങ്ങൾ ഹോം സ്റ്റേ ആരംഭിക്കാനുള്ള പാതയിൽ തന്നെയാണെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ വീട് ഹോം സ്റ്റേക്ക് പറ്റിയതാണോ എന്ന് മനസ്സിലാക്കുക. അതിഥികൾക്ക് നിങ്ങളുടെ വീട്ടിൽ സുഖകരമായി താമസിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒന്ന്, വൃത്തിയുള്ള മുറികൾ വേണം. അതിനായി അനാവശ്യ വസ്തുക്കൾ മുറിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുക. മനോഹരവും സുഖകരവുമായ അനുഭവം മുറിയിൽ സൃഷ്ടിക്കുക. രണ്ട്, ആവശ്യമായ സേവനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുക്കുക. ബെഡ്, ബെഡ്ഷീറ്റ്, ടോയ്ലറ്റ് കിറ്റ് എന്നിവയും നൽകുക. വൈഫൈ, ലൈറ്റ് എന്നിവയെല്ലാം പ്രവർത്തന സജ്ജമാക്കുക. മൂന്ന്, പ്രാദേശിക വസ്തുക്കൾ. അലങ്കാരങ്ങൾ കൂടാതെ പ്രാദേശികതയും പ്രാധാന്യവും നൽകുന്ന ചില വസ്തുക്കൾ ഒരുക്കുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് മാർക്കറ്റ് ചെയ്യുക. വീട് ഒരുക്കി കഴിഞ്ഞാൽ അതിനെ ആളുകൾ എങ്ങനെ കാണും എന്നതാണ് ചിന്തിക്കേണ്ടത്. മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, Airbnb, Booking.com പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ലിസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഹോം സ്റ്റേയുടെ ഫോട്ടോകൾ, വിശദീകരണങ്ങളെല്ലാം മനോഹരമായി തന്നെ അതിൽ എഴുതുക. രണ്ട്, ഗസ്റ്റ് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുക. അതിഥികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. അത് വീണ്ടും വരാനും ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് സഹായകരമാകും. മൂന്ന്, ഹോം സ്റ്റേ വിജയിപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹോം സ്റ്റേ വളർച്ച നേടാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹോസ്പിറ്റാലിറ്റി. രണ്ട്, പരിപാലനം. മൂന്ന്, വികസനത്തിനുള്ള പാത. കൂടുതൽ മുറികളും സേവനങ്ങളും ചേർത്ത് വികസിപ്പിക്കുക. ഒരു ഹോം സ്റ്റേ ആരംഭിക്കുന്നത് ഒരു ബിസിനസ് മാത്രമല്ല, യാത്രികരുമായി ബന്ധപ്പെടാനും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. ഒരു സാധാരണ വീട് ഒരു ഹോം സ്റ്റേ ആരംഭിക്കുന്നതിന്റെ ആദ്യപടി എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യുക.